അത് വ്യക്തിപരമായി ഇയാൾക്കെതിരെ ഉയർന്ന ഒരു ആരോപണമാണ്. പക്ഷെ മറ്റേത് അങ്ങനെയാണോ? മറ്റേത് അതീവ ഗുരുതരമായ ഒരു സർക്കാർ സംവിധാനം മുഴുവൻ നിന്ന് കൊള്ള നടത്തിയതാണ്. ഒരിയന്റെ സ്വർണം കവരാൻ ദേവസ്വം ബോർഡ് തന്നെ, ആ സ്വർണം കാക്കാൻ ഉത്തരവാദിത്വമുള്ള ദേവസ്വം ബോർഡ് അത് കക്കാൻ നേതൃത്വം നൽകിയിട്ട് അതിന് നേതൃത്വം നൽകിയ ആളെ എത്ര ജാഗ്രതയോടെയാണ് CPM ആ വിഷയത്തെ അഡ്രസ് ചെയ്യുന്നത്? കാരണം അയാൾ എന്തെങ്കിലും ഫർദർ പറയുമോ എന്നുള്ള ഭയം. ഞങ്ങൾക്ക് നടപടിയെടുക്കുന്ന കാര്യത്തിൽ അങ്ങനെ റിസർവേഷൻസ് ഉണ്ടായിട്ടില്ലല്ലോ. എന്ന് മാത്രമല്ല, അത് വ്യക്തിപരമായി ഇയാൾക്കെതിരെ ഉയർന്ന ഒരു ആരോപണമാണ്. പക്ഷെ മറ്റേത് അങ്ങനെയാണോ? മറ്റേത് അതീവ ഗുരുതരമായ ഒരു സർക്കാർ സംവിധാനം മുഴുവൻ നിന്ന് കൊള്ള നടത്തിയതാണ്. ഒരു നടപടിയും CPM എടുക്കുന്നില്ലല്ലോ. ഒരു കാരണം കാണിക്കാൻ പോലും CPM ആവശ്യപ്പെടുന്നില്ലല്ലോ. അപ്പൊ ഈ സമാനമായ കാര്യങ്ങളിൽ CPMന്റെ നിലപാട് എന്തായിരുന്നു? ഈ ജില്ലയിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ CPMന്റെ നിലപാട് എന്തായിരുന്നു? അപ്പം ഞാൻ ഒരു സെക്കൻഡ്, ഞാൻ കൃത്യമായിട്ട് പറയുന്നു, ഇതുവരെ പാർട്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ചെയ്യണമെന്ന് പാർട്ടിക്ക് ബോധ്യം വരികയാണെങ്കിൽ അതും പാർട്ടി ചെയ്യും. നിയമപരമായി നടക്കുന്ന എക്സസൈസിലേക്ക് പാർട്ടി വേറൊരു ഇടപെടലും നടത്തിയിട്ടില്ല. താങ്കൾ പറഞ്ഞ രണ്ടാമത്തെ